വിവാദങ്ങൾക്കിടെ ഏതായാലും പത്തനംതിട്ട SP സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 3 ദിവസത്തേക്കാണ് അവധി അപേക്ഷ നൽകിയത്. PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതും അതിന് പിന്നാലെ അത് വിവാദമായതുമൊക്കെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയും റിനു ശ്രീധറും നൽകും വിവരങ്ങൾ. ആദ്യം റിനുവിലേക്കാണ്. റിനു, ഇപ്പോൾ സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണം ഒരുപക്ഷെ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ അവധിയിലേക്ക് പോകുന്നത്. വകുപ്പ് തല അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് അറിയുന്നു. നടപടി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. തീർച്ചയായും വിനിത, MLA-യുമായിട്ടുള്ള SP-യുടെ ഫോൺ സംഭാഷണത്തിന് തുടർന്നാണ് SP ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് ദാസിനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. വിളിച്ചു വരുത്തി ADGP അദ്ദേഹം കാണാൻ ശ്രമിച്ചെങ്കിലും ADGP MR അജിത് കുമാർ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. തുടർന്ന് 3 ദിവസത്തെ നിർബന്ധിത അവധിയിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം സുജിത് ദാസ് െതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ADGP MR അജിത് കുമാർ ആഭ്യന്തര വകുപ്പിനും DGP-ക്കും പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് സേനയ്ക്കും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കിയ ഒരു സംഭാഷണമായി പോയി ഈ SP സുജിത് ദാസിൻ്റെതാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. കൃത്യമായി തന്നെ സുജിത് ദാസിനെതിരെ ഒരു നടപടി എടുക്കുമെന്നുള്ളതാണ്. പക്ഷേ സുജിത് ദാസിൻ്റെ ശബ്ദമാണോ അല്ലെങ്കിൽ ഈ ഫോൺ സംഭാഷണമാണോ എന്നുള്ള ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു തെളിവ് പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാലതാമസം കൂടി മാത്രമാണ്. അതിനുശേഷം വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. വകുപ്പ് തല നടപടി എടുക്കുന്നതിന് മുമ്പേ തന്നെ 3 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടുകൊണ്ട് സുജിത് ദാസ് അവധിയിലേക്ക് അപേക്ഷ നൽകി പോയി എന്നുള്ളതാണ്. എന്നാൽ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ലാതെ ഒരു സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടി സാധ്യത ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം PV അൻവർ MLA-യുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് തന്നെ നാണം വരുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, താൻ 25-ാം വയസ്സിൽ IPS നേടി എന്നുള്ളതാണ്. പക്ഷേ DGP ആയി വിരമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ആ സമയത്തെല്ലാം തന്നെ അൻവറിന് കടപ്പെട്ടവനായിരിക്കും എന്നുള്ളതാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത്രയും താഴ്ന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരാളാണ് ADGP. അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് ADGP MR അജിത് കുമാർ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പറഞ്ഞാലും തീരാത്ത അത്രയും ആരോപണങ്ങളാണ് ഇന്നലെ ഫോൺ സംഭാഷണത്തിലൂടെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സുജിത് ദാസിനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളതാണ്. IPS അസോസിയേഷനിലുള്ളിലും അത്തരമൊരു തീ പുകയുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സുജിത് ദാസിനെതിരെ നടപടിയുണ്ടാകും. ആ നടപടിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നിർബന്ധിത അവധി വാങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അദ്ദേഹം നിർബന്ധിത അവധി അല്ലെങ്കിൽ അവധി അപേക്ഷ നൽകി പോവുകയും ചെയ്തിട്ടുള്ളത്. വരും ദിവസം ഇന്നോ നാളെയോ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ADGP MR അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിലെ MLA ആയ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് വന്നാൽ അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, കൈക്കൂലി വാങ്ങുന്നയാളാണ് എന്നൊക്കെ ADGP-യെ കുറിച്ച് പറയുന്നുണ്ട് അൻവർ. ഒപ്പം സർക്കാരിനെതിരെ ഒരു ലോബി പോലീസിൽ പ്രവർത്തിക്കുന്നു, സർക്കാരിനെ അപകടത്തിലാക്കുന്നു, അതിന്റെ തലവൻ ADGP ആണെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് PV അൻവർ ഉന്നയിക്കുന്നത്. വിനിത, സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയും ഒക്കെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു PV അൻവറും അതുപോലെ തന്നെ മലപ്പുറത്തെ മുൻ SP കൂടിയായിട്ടുള്ള നിലവിലെ പത്തനംതിട്ടയിലെ SP ആയിട്ടുള്ള S സുജിത് ദാസും തമ്മിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ. ആ സംഭാഷണങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയം റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഓഡിയോ സംഭാഷണങ്ങളിൽ പാർട്ടി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് PV അൻവർ MLA-യുടെ നിർണായക വെളിപ്പെടുത്തൽ. ആ ഓഡിയോ സംഭാഷണങ്ങൾ വന്നതിന് ശേഷം റിപ്പോർട്ടർ TVക്ക് എക്സ്ക്ലൂസീവായി നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ നടത്താൻ PV അൻവർ MLA തയ്യാറായിരിക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ പോലീസ് സേനയിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു, ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ള ഭരണകക്ഷി MLA കൂടിയായിട്ടുള്ള PV അൻവറിൻ്റെ ആരോപണമാണ്. ആ നെക്സസിന് ഇല്ലെങ്കിൽ ആ ലോബിക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് എന്നും PV അൻവർ MLA ആരോപിക്കുന്നു.
മാത്രമല്ല AD അജിത് കുമാർ ഉൾപ്പെടെയുള്ള ADGP ആയിട്ടുള്ള അജിത് കുമാർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മലപ്പുറം SP ആയിരുന്ന സുജിദാസ് അടക്കമുള്ള ഒരു പോലീസ് സംഘത്തിന് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി കൃത്യമായ ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതുപോലെ തന്നെ മറുനാടൻ മലയാളി ഷാജൻ കരയിൽ നിന്നും 1.5 കോടി രൂപ ADGP ആയിട്ടുള്ള അജിത് കുമാർ കൈക്കൂലിയായി വാങ്ങിയിരിക്കുന്നതിനടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA എന്ന് റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുജിദാസ് മലപ്പുറം ജില്ലയുടെ SP ആയിരിക്കുമ്പോൾ നിരവധി പേർക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുന്നു. നിരപരാധികളെ അടക്കം കേസുകൾ പ്രതിയാക്കി ആ കാര്യത്തിൽ തനിക്ക് 100% ബോധ്യമുണ്ട് എന്ന് നിലമ്പൂരിലെ MLA കൂടിയായിട്ടുള്ള PV അൻവർ MLA പറയുന്നു. മാത്രമല്ല ഇടവണ്ണയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ASI ശ്രീകുമാറിന്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള മുൻ മലപ്പുറം SP ആയിട്ടുള്ള സുജിദാസിന്റെ ബന്ധം കൂടി PV അൻവർ MLA ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കേസ് ഒതുക്കി തീർത്തത് ആ കേസിൽ ബന്ധപ്പെട്ട ആ ബന്ധുക്കളെ പരാതിയുമായി മുന്നോട്ട് വന്ന ബന്ധുക്കൾക്ക് പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും ഒതുക്കി തീർക്കുകയാണ് ഈ സുജിദാസ് അടക്കമുള്ളവർ ചെയ്ത്. മാത്രമല്ല ഈ സുജിദാസിന്റെ ഉദ്യോഗസ്ഥർ പോയി ആ ASI ശ്രീകുമാർ എഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പ് നശിപ്പിച്ചു. ആ കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിലും ഈ സുജിദാസിന് ബന്ധമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളും ഈ തരത്തിൽ PV അൻവർ വ്യക്തമാക്കിയുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയും ഒക്കെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇന്ന് PV അൻവർ വീണ്ടും നടത്തിയിരിക്കുന്നു. മാത്രമല്ല ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് PV അൻവറുടെ തീരുമാനം. പോലീസിൽ ഒരു ശുദ്ധികലക്ഷ്യം അനിവാര്യമാണ്. അതല്ല എങ്കിൽ തൻ്റെ പാർട്ടിയും സർക്കാരും കളങ്കിതരാവും, അത് സമ്മർദ്ദത്തിലാവും. ആ പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു പോരാട്ടം നടത്തുന്നത് എന്നുള്ള ഒരു പോരാളി പരിവേഷത്തിലേക്കാണ് PV അൻവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിലാണ് PV അൻവറെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു നിലപാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ കാര്യം റിപ്പോർട്ടർ പുറത്തുവിട്ട ഓരോ ഓഡിയോ സംഭാഷണങ്ങളും താൻ പൂർണ്ണമായി കേട്ടിരിക്കുന്നു. ആ കാര്യം പാർട്ടി പരിശോധിച്ച് വരികയാണ് എന്ന് ഇന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ PV അൻവർ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ ഭരണകക്ഷി MLA ആയ PV അൻവറിന്റെ ആരോപണങ്ങൾ തെളിവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തള്ളിക്കളയാനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ ആണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ പോലീസിലൊരു ലോബി പ്രവർത്തിക്കുന്നു, അതിന്റെ നേതൃത്വം ADGPക്കാണെന്ന് പറയുമ്പോൾ സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ? എന്ത് നടപടിയെടുക്കും? മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുക്കുമെന്നറിയണം.